മാസമായിട്ട് ഫോം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തുറന്നു കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇതെല്ലാം കൂടെ ഒരു മാസം ഫോം ചെയ്ത് തിരിച്ച് അത് അപ്പൻഡിക്സിനെ അതിൽ നിന്ന് റിലീസ് ചെയ്തത്. അത് പിടിക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് സാധാരണ ഒരു അസിസ്റ്റൻറ്റിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൂടെ സഹപ്രവർത്തകരെ വാൾ ബസ്സിലാണെങ്കിൽ പോലും അത് പിടിക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് സാധാരണ ഒരു അസിസ്റ്റൻറ്റിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൂടെ സഹപ്രവർത്തകരെ ആരെങ്കിലും വിളിക്കുകയോ ഹെൽപ്പ് ആവശ്യപ്പെടുകയോ ചെയ്യാം. ഈ സർജറിയിൽ അനസ്തീഷ്യ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ. അനസ്തീഷ്യ മാത്രമല്ല, സർജറിയിൽ കൂടെ കോർഡിനേറ്റ് ചെയ്യുന്ന മറ്റു വിഭാഗമുണ്ട്, നഴ്സസ് ഉണ്ട്, മറ്റ് അസിസ്റ്റൻസ് ഉണ്ടാവും. ഇവരൊക്കെ തമ്മിലുള്ളൊരു കോർഡിനേഷൻ ഒരു സർജറിക്ക് എത്രത്തോളം അത്യാവശ്യമാണ്? തീർച്ചയായിട്ടും. ഒരു ട്രോളി ഉരുട്ടി പേഷ്യൻറ്റിനെ അകത്ത് കൊണ്ടുവരുന്നത് മുതൽ അനസ്തീഷ്യയുടെ ഡോക്ടർ, അവിടെ ഉള്ള സ്റ്റാഫ്, ഓപ്പറേഷൻ തിയേറ്റർ അസിസ്റ്റൻസ്, ക്ലീനിങ് സ്റ്റാഫ് വരെ എല്ലാവരും ഒരു ടീം വർക്കായിട്ട് ആണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ്ഫുള്ളായിട്ട് കംഫർട്ടബിളായിട്ട് ഒരു സർജറി ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ തിയേറ്ററും മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഒരു കോർഡിനേഷൻ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. ഡോക്ടർ ഒരു കോൾ ഉണ്ട്, ആ കോൾ നോക്കാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ, കാസർഗോഡ്. ഡോക്ടറോട് സംശയം ചോദിച്ചോ. കാലിനെ വെച്ചിട്ടുണ്ട്, അത് വീക്കം വന്നിട്ട് ഡോക്ടർ വന്നിട്ട് കാല് വെള്ളം വെച്ചിട്ടുണ്ട്, വീക്കം വന്നിട്ടുണ്ട്. അത് ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടർ പറഞ്ഞത് ചെയ്തതിന് വിജയകരം ആകുമോ? ചുമപ്പ് വരുന്നത് എപ്പോഴും ഇൻഫെക്ഷൻ ഉള്ളപ്പോഴാണ്. ചുമപ്പ് വന്നത്, അതിന് ശേഷം പിന്നെ ചുമപ്പ് പോയി, പിന്നെ അതിന് ശേഷം വീക്കം അങ്ങനെ ഉണ്ട്. ആ ചുമപ്പ് വന്നത് ലിംഫാഞ്ചൈറ്റിസും കൂടെ ഇത് വന്നിട്ടാണ്. അപ്പോൾ ഇൻഫെക്ഷൻ വന്നപ്പോഴത്തേക്കും അത് കൺട്രോൾ ചെയ്ത് അതിനുള്ള ലിംഫാഞ്ചൈറ്റിസ് കൺട്രോൾ ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ, ആ ഏർലി സ്റ്റേജിൽ ആ ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ലിംഫാഞ്ചൈറ്റിസ് ഫൈലേറി ലിംഫാഞ്ചൈറ്റിസ് ആവും. അങ്ങനെയാണ് കാലിൽ വണ്ണം വെച്ച് വരുന്നത്. അപ്പം ഏറ്റവും അടുത്തുള്ളൊരു സർജനെ കാണിച്ചാൽ വേരിക്കോസ് വെയിൻ ആണോ ഇല്ലേന്ന് അറിയാനുള്ള ടെസ്റ്റുകളുണ്ട്. ഫൈലേറിയിലല്ല, ലിംഫാഞ്ചൈറ്റിസ് മാറിക്കാണുമല്ലോ, അത് ആദ്യമേയാണ് വന്നത്, ഇപ്പോഴല്ല. അതെ, അതിപ്പോൾ മാറി. അന്ന് അതിനുള്ള പ്രോപ്പർ കിട്ടാത്തത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അത് ലിംഫാഞ്ചൈറ്റിസ് പിന്നെ ഫൈബ്രോസിസ് ആയിട്ട് പിന്നെ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് വീനസ് ഡോപ്ലർ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഗ്വിനൽ റീജിയണിൽ സഫീനോ ഫെമറൽ ആൻഡ് സഫീനോ പോപ്ലീറ്റൽ ഈ രണ്ട് വാൽവിൻ്റെ ഇൻകോമ്പിറ്റൻസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അത് ചെയ്ത് അത് സർജനെ കാണിച്ച് പേഷ്യൻറ്റിനെ കണ്ടാലേ നമുക്ക് അതിൻ്റെ പറയാൻ പറ്റുള്ളൂ. അടുത്തുള്ള നല്ലൊരു സർജനെ കണ്ട് ഡയഗ്നോസ് ചെയ്തിട്ട് അവർ പറയുന്ന പോലെ ചെയ്യുക. ഡോക്ടർ, അതുപോലെ ഇപ്പോൾ ഈ കോൾ വന്നല്ലോ, അപ്പോൾ അതിൽ സർജറി ചെയ്താൽ അത് ശരിയാകുമോ എന്നുള്ളൊരു സംശയം പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേർക്ക് സർജറി നിർദ്ദേശിക്കുകയാണ് ഡോക്ടറെങ്കിൽ അത് മരുന്ന് കഴിച്ചാൽ മാറാൻ പറ്റില്ലേ, അങ്ങനെ ഒരു സർജറിയുടെ ചെറിയൊരു പേടി പലർക്കും ഉണ്ടാവുമല്ലോ. അത് എങ്ങനെയാണ് അത് ഡീൽ ചെയ്യുന്നത്? അത് ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എന്തുകൊണ്ട് ഇത് വന്നു എന്ന് ആദ്യം അവരോട് പറഞ്ഞ് മനസ്സിലാക്കും. ഏത് അസുഖമാണെങ്കിലും അതിനൊരു റീസൺ കാണുമല്ലോ. ആ റീസൺ വന്നാൽ അത് ചെയ്യുമ്പോൾ ഉള്ള കോംപ്ലിക്കേഷൻസ് നമ്മളുടെ മനസ്സിൽ കാണും. അത് ആ പ്രോപ്പറായിട്ട് തന്നെ പേഷ്യൻറ്റ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ, ഇന്നതുപോലെ ഇത് ചെയ്താൽ കുഴപ്പമില്ല, ലൈപ്പോമയൊക്കെ ആണെങ്കിൽ ചെറിയ മുഴയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയും. അതുപോലെ സെബേഷ്യസ് സിസ്റ്റ് കുഴപ്പമില്ല എന്ന് പറയും. പക്ഷേ അത് ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ അത് വലുതാകുകയും ഇടയ്ക്ക് കീറേണ്ടി വരും. കീറി കഴിഞ്ഞേച്ച് പിന്നെ അതിൻ്റെ മിച്ചമുണ്ടെങ്കിൽ, ക്യാപ്സൂളോട് കൂടി അത് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വീണ്ടും റെക്കറൻസ് വരും. അങ്ങനെ റെക്കറൻസ് വരികയാണെങ്കിൽ അത് ഒരു കോംപ്ലിക്കേറ്റഡ് സർജറി. അപ്പോൾ ഇതെല്ലാം അവർ ചെറുതായിട്ടിരിക്കുമ്പോൾ എടുക്കുന്നതാണ് നല്ലതെന്നുള്ളതും, അതുപോലെ ലൈപ്പോമ ചെറുതായിട്ടിരിക്കുമ്പോൾ എടുത്താൽ വലിയ സ്കാറും വരത്തില്ല. പക്ഷേ എടുക്കേണ്ടാത്ത മുഴകൾ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. കോംപ്ലിക്കേഷൻസും പറഞ്ഞു കൊടുക്കും. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി എന്നുള്ള ചില മുഴകൾ കാണും, അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഡോക്ടർ ഒരു കോൾ ഉണ്ട്. ഹലോ ഡോക്ടർ, ഞാൻ ഈ മറിഞ്ഞു വീണിട്ട് കാലിന്റെ മുട്ടിന് എനിക്ക് പൊട്ടലുണ്ടായിരുന്നു. അങ്ങനെ 12 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ 6 മാസം ആവും വീണിട്ട്. അപ്പോ അതെല്ലാം ഉണങ്ങി, മുറിവൊക്കെ ഉണങ്ങി. പക്ഷെ 2 കാലിലും ഭയങ്കര നീര് വരുന്നുണ്ടാണ്. നീര് എന്ന് പറഞ്ഞാൽ ഈ പാദത്തിലൊക്കെ അങ്ങ് നല്ല നീരാ. മറ്റ് അസുഖങ്ങൾ വല്ലതും ഉണ്ടോ? ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, അങ്ങനെ തൈറോയിഡ്? ഷുഗർ
പ്രഷറിന് എല്ലാം മരുന്ന് കഴിക്കുന്നുണ്ട്. ഷുഗർ ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയി പരിശോധിച്ചതാണ്. കിഡ്നി ഫെയിലൂർ അങ്ങനെയൊന്നും ഇല്ലല്ലോ? ഇല്ല. തൈറോയിഡ് ഞാൻ നോക്കിയില്ല. നോക്കണം. കാലിൽ നീര് വരുന്ന കുറെ അസുഖങ്ങളുണ്ടേ. അപ്പൊ ആ ടെസ്റ്റുകൾ നമ്മുടെ അടുത്തുള്ള ഒരു ഫിസിഷ്യനെ കാണിച്ചാൽ ആ ഡോക്ടറോട് ഈ നീരിന്റെ കാര്യം പറഞ്ഞാൽ അവർ നോക്കിയിട്ട് ആ ടെസ്റ്റുകൾ ചെയ്യിച്ചിട്ട് അത് എക്സ്ക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് കഴിക്കുമ്പോൾ തന്നെ ഇത് മാറും. തൈറോയിഡ് ഉണ്ടെങ്കിൽ നീര് വരാൻ സാധ്യതയുണ്ട്. തൈറോയിഡിന്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം നീരുണ്ടാകും. രണ്ട് കാലിലും വരുന്നു. അത് തന്നെ ജനറലൈസ്ഡ് ഹൈപ്പോതൈറോയിഡിസത്തിന് രണ്ട് കാലിലും വരും. ആണോന്ന് അറിയത്തില്ല. നമ്മൾ ടെസ്റ്റ് ചെയ്ത് അടുത്തുള്ള ഫിസിഷ്യനെ കാണിക്കും. വെച്ചോണ്ടിരിക്കണ്ട. ഓക്കെ. മുട്ടിന് നല്ല വേദനയും ഉണ്ട്, ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഒക്കെ. അത് ഫിസിയോതെറാപ്പിയോടെ ചെയ്താൽ മുട്ടുവേദന കുറയും. ഡോക്ടർ അനസ്തീഷ്യയുടെ കാര്യം ചോദിച്ചു. അപ്പോൾ അനസ്തീഷ്യ പലപ്പോഴും കേട്ടിട്ടുണ്ട്, സർജറിക്ക് അനസ്തീഷ്യ ചെയ്തതിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാറുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അനസ്തീഷ്യ കോംപ്ലിക്കേഷൻസ് എപ്പോൾ വേണേലും വരാം, ആർക്ക് വേണേലും വരാം. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു സർജനോ അല്ലെങ്കിൽ ഒരു അനസ്തീഷ്യ ഡോക്ടറോ ഒരിക്കലും ഒരു പേഷ്യൻറ്റിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു സർജറിക്ക് പോകില്ല. അപ്പോൾ അനസ്തീഷ്യയുടെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ വരാം. ഈ സ്പൈനൽ അനസ്തീഷ്യയൊക്കെ ആകുമ്പോഴത്തേക്കും അനസ്തീഷ്യ കൊടുക്കുമ്പം BP ഫോൾ വന്നിട്ട് ഹൈപ്പർ ടെൻഷനിലേക്ക് പോവാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പേഷ്യൻറ്റ് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ സർജറി മൊത്തം ചെയ്ത് കഴിയുന്നതിന് മുമ്പാണെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള അതിനുള്ള പ്രഷർ കൂട്ടാനുള്ള ബാക്കി മോണിറ്ററിങ് ബാക്കി എല്ലാം ചെയ്യേണ്ടി വരും. അത് ശരിക്കും പറഞ്ഞാൽ ഡ്രഗിൻ്റെ അലർജി പോലെ എല്ലാം വന്നാലും നമുക്ക് അറിയാൻ പറ്റത്തില്ല എങ്ങനെ വരുന്നതെന്നുള്ളത്. അത് നേരത്തെ അറിഞ്ഞു വെക്കാൻ പറ്റത്തില്ല. ഓരോ പേഷ്യൻറ്റും റിയാക്ട് ചെയ്യുന്നത് ഓരോ തരത്തിലായിരിക്കും. ആ സമയത്ത് ആ പേഷ്യൻറ്റിന് വന്നത് എല്ലാ പേഷ്യൻറ്റിനും വരണമെന്നുമില്ല. അപ്പോൾ അതിൻ്റെ റീസൺ പിന്നെ നമ്മൾ കണ്ടുപിടിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അത് നേരെ മോണിറ്റർ ചെയ്ത് റെഡിയാക്കാൻ നോക്കത്തേ ഉള്ളൂ. ബാക്കി BP കൂട്ടാനുള്ള മരുന്നും ബാക്കിയെല്ലാം ട്രിപ്പായിട്ടും ഓക്സിജൻ തെറാപ്പി എല്ലാം കൊടുത്തിട്ട് അനസ്തീഷ്യയുടെ കോംപ്ലിക്കേഷൻ മാനേജ് ചെയ്യാനുള്ള എല്ലാ ഉപകരണങ്ങളും അപ്പോൾ അവിടെ സജ്ജമായിട്ടുണ്ടല്ലോ. ഓക്കെ. ഡോക്ടർ ഒരു കോൾ ഉണ്ട്. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ, ആരാണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. നമ്മൾ സർജറി ചെയ്യാൻ പറഞ്ഞത് ഇപ്പൊ മാറി അപ്പൻഡിക്സ് വന്നിട്ട് എത്ര നാളായി? അപ്പൻഡിസൈറ്റിസിന്റെ അസുഖം ഇപ്പോൾ ആദ്യമായിട്ട് ഡോക്ടറെ കണ്ടത് എത്ര നാൾ മുമ്പാ? ഇതിപ്പോ 2-3 മാസമായി. അപ്പോൾ ഡോക്ടർ ഗുളിക അന്നേരത്തേക്കല്ലേ തന്നു കാണുള്ളൂ? അല്ല, അന്നേരം കഴിച്ചു മാറിയതല്ലേ? ആ സമയത്ത് ഗുളിക കഴിച്ച് വേദനയെല്ലാം മാറിയതിന് ശേഷമാണോ വേണ്ടെന്ന് പറഞ്ഞു? വേദന ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണണം. ബാക്കി ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തിട്ട് അതിൻ്റെ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഡോക്ടർ നോക്കിയിട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ പറയും. അക്യൂട്ടായിട്ട് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിനകത്ത് വേദന വന്ന് വലിയ വേദനയും ഛർദിലും പനിയും ഒക്കെ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എമർജൻസി ആയിട്ട് ചെയ്യും. ഇല്ലയെന്നുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ തന്ന് അത് അപ്പോഴത്തെ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്തതിന് ശേഷം, രോഗാണുബാധ നിയന്ത്രിച്ചതിന് ശേഷം 6 ആഴ്ച കഴിഞ്ഞിട്ട് അല്ലെ 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും സർജറിക്ക് ഡേറ്റ് ഫിക്സ് ചെയ്ത് ചെയ്യാറുണ്ട്. വിട്ട് അസുഖം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചെയ്യുന്നതാണ് നല്ലത്. ഡോക്ടർ, ഇപ്പോൾ എമർജൻസി ആയിട്ട് ചിലപ്പോൾ സർജറി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്? എമർജൻസി ആയിട്ട് ചെയ്യുന്ന കുറച്ചു നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ചെയ്യണമെന്ന്? എമർജൻസി ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് ചിലപ്പോൾ അക്യൂട്ടായിട്ട്, ഇപ്പോൾ ആൽക്കഹോൾ ഇൻടേക്കൊക്കെ ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ശരിക്കും പെർഫറേഷൻ എന്ന് പറയുന്ന അസുഖം വരും. കുടലിൽ ചെറിയ ദ്വാരം പൈലോറസിൻ്റെ അവിടെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് വയറ് നല്ല പെരുകിയിരിക്കും, നല്ല വേദനയായിരിക്കും, എങ്ങും തൊടാൻ പറ്റില്ല. പേഷ്യൻ്റ് നല്ല നെഞ്ചിടിപ്പ് കാണും, പൾസ് റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും, ബ്രീതിങ്ങും ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് കാണാം. പേഷ്യൻ്റ് ഭയങ്കര സിക്കായിരിക്കും. അപ്പോഴത്തേക്കും നമ്മൾ തൊട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഗാർഡിങ് എന്ന് പറയും. അപ്പോൾ നമ്മൾ നിർത്തി എക്സ്റേ എടുക്കുമ്പോഴത്തേക്കും എക്സ്റേയിൽ ആ ഫൈൻഡിങ്സ് വെച്ചിട്ട് നമ്മൾ പെർഫറേഷൻ ആണോ എന്ന് അത് അറിയാം. ഗ്യാസ് അണ്ടർ ദ ഡയഫ്രം എന്നൊക്കെ പറയും. അത് കണ്ടിട്ട് സർജന് മനസ്സിലാവും. അങ്ങനെയുള്ള കേസുകൾ എമർജൻസി ആയിട്ട് ചെയ്യും. പിന്നെ എക്ടോപിക് പ്രഗ്നൻസി, അത് പ്രഗ്നൻസിയിലേത് ബ്ലീഡ് ചെയ്തിട്ട് അകത്ത് അറിയത്തില്ല. ചിലപ്പം എക്ടോപിക് എന്ന് പറയുന്നത് തന്നെ പേഷ്യൻ്റ് ശരിക്കും മാസമുറ തെറ്റിയത് അറിയാതെ വന്ന് എക്ടോപിക് പ്രഗ്നൻസി വന്ന് ബ്ലീഡിംഗ് ആയിട്ട് മെഡിക്കൽ കോളേജിൽ വന്ന കേസ് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പീരിയഡ്സ് തെറ്റിയോന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ UPT നോക്കിയപ്പോൾ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവാണ്. എക്ടോപിക് എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്ത് ഉടനെ ഇടിച്ചു കയറ്റുന്ന പോലെയാണ്. നേരെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി ബ്ലഡൊക്കെ അറേഞ്ച് ചെയ്ത് അന്നേരം അവിടെയുള്ള PGസും സാർമാരും എല്ലാവരും ഒരുമിച്ചായിരിക്കും. അപ്പോൾ അവർ ആ പേഷ്യൻ്റിനെയൊക്കെ രക്ഷപ്പെടുത്തുക. അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ കോളേജിലെ ഒരു വലിയൊരു കാര്യമാണ് കേട്ടോ, പേഷ്യൻ്റ് ജീവൻ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ എക്ടോപിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ വേരിക്കോസ് വെയിൻ ബ്ലീഡ് ചെയ്തും വരാം.
ഡോക്ടർ ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ വർക്കല. എന്റെ പേര് ചന്ദ്രൻ. സംസാരിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഡോക്ടർ, ഞാനൊരു 7 വർഷത്തിന് മുമ്പ് ഗൾഫിലായിരുന്നു. അപ്പൊ എനിക്കൊരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്തൊക്കെ ചെയ്തു. അവിടെ ഒരു ഡോക്ടർ എനിക്ക് ഒരു സ്കാൻ എടുത്തായിരുന്നു. അപ്പൊ സ്കാൻ എടുത്തിട്ട് ഡോക്ടർ പറഞ്ഞത് ഒരു മൈൽഡ് പ്രോസ്റ്റേറ്റിസ് വീക്കം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് ചെറിയൊരു വീക്കം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് അന്ന് അവിടെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലത് അവര് പറഞ്ഞ എന്റെ അടുത്ത് സർജറി ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാനത് അവിടെ ആയിട്ട് ഞാൻ അതിന് വില്ലിങ് ആയിട്ട് ഞാൻ ഇവിടെ വന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ അത് ചെയ്യേണ്ട കാര്യമില്ല, പ്രശ്നമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഇട്ടേക്കാൻ പറഞ്ഞു. ഇപ്പോഴും എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ചെറിയ വീക്കം ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് അങ്ങനെ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? ഇല്ല, സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ. പ്രോസ്റ്റേറ്റിന്റെ കാര്യമാണല്ലോ പറയുന്നത്. അതെ അതെ. പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് വരുമ്പോൾ ബിനൈനും ഉണ്ട് മാലിഗ്നന്റും ഉണ്ട്. ബിനൈൻ ആയിരിക്കണം, അതുകൊണ്ടാണ് സർജറി വേണ്ടാന്ന് പറഞ്ഞത്, സിംറ്റംസ് ഇല്ലാത്തത് കൊണ്ടും. അപ്പോൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് PSA എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്, മാലിഗ്നൻസി ഉണ്ടോ എന്ന് അറിയാനുള്ള ടെസ്റ്റ് വല്ലപ്പോഴും 6 മാസത്തിൽ ഒരിക്കലോ മറ്റോ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അല്ലാതെ സിംറ്റംസ് ഉണ്ടെങ്കിൽ അവർ ഗുളിക തന്ന് തന്നെ, അതിനുള്ള ഗുളികകളുണ്ട്, യൂറോളജിസ്റ്റിനെ കണ്ടാൽ അവർ വേണ്ടുന്നത് ചെയ്തു തരും. പക്ഷെ എനിക്ക് അന്ന് ഞാൻ ഡയബറ്റിക് കൂടെ, അപ്പൊ ഇത് ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് ഇരുന്ന് പിന്നെ ക്യാൻസർ മാറുമോ അങ്ങനെയാണെന്നൊക്കെ പറയാം. അല്ല, അതല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് PSA നോക്കണം, വല്ലപ്പോഴും അൾട്രാസൗണ്ട് ചെയ്ത് നോക്കണം, യൂറോളജിസ്റ്റിനെ കാണണം എന്തായാലും. യൂറോളജിസ്റ്റ് നോക്കിയിട്ട് നമുക്ക് പ്രശ്നമൊന്നും ഇല്ല, വളരെ മൈൽഡായിട്ടൊക്കെ ഉള്ളൂ, സിംറ്റംസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ ഗുളിക തന്നു നോക്കും, അതിലും കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബിനൈൻ ആണെങ്കിൽ പോലും സർജറി ചെയ്യേണ്ട അത്രയും വലിപ്പം ഉണ്ടെങ്കിൽ അവർ ചെയ്യും. അപ്പൊ ഇതിപ്പോ ഏത് പ്രശ്നമായിട്ടുള്ളൂ? ഇല്ല, ഏജ് ഒരു പ്രശ്നവും അല്ല, ചെയ്യുന്നുണ്ട്, യൂറോളജിസ്റ്റിനെ കണ്ടാൽ മതി. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നേരത്തെ നമ്മൾ എമർജൻസി സർജറീസിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഒത്തിരി നമ്മൾ കുറച്ച് കാലം എടുത്ത് പ്ലാൻ ചെയ്ത് ചെയ്യുന്നതിനാകുമ്പോൾ പറയും നമ്മൾ ആ ദിവസം ഫുഡ് ഇൻടേക്ക് വേണ്ട, ആഹാരം കഴിക്കേണ്ട, വയറ് ഒഴിഞ്ഞിരിക്കണം എന്നൊക്കെ പറയും. ഇപ്പം എമർജൻസി സർജറീസിൻ്റെ സമയത്ത് ഇത് പ്രാക്ടിക്കലാണ്? എമർജൻസി ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പേഷ്യൻ്റ് വന്നു കഴിയുമ്പോൾ പിന്നെ നില്ലോർലി ട്രിപ്പ് മാത്രമാക്കും. അതിന് കുറച്ചൊരു ബ്ലഡ് നോക്കാനും ഒക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം. ഇല്ലെങ്കിൽ നമ്മൾ അതൊന്നും നോക്കില്ല, പേഷ്യൻറ്റിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ ഈ ബവലൊക്കെ ലോഡഡ് ആയിരിക്കും. അതിൻ്റെ പിന്നെ വരുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ പിന്നെ നമ്മൾ കൺട്രോൾ ചെയ്യത്തേ ഉള്ളൂ. എമർജൻസി ആയിട്ട് അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്കത് നോക്കിയിരിക്കാൻ പറ്റൂല. ഇങ്ങനെ ബ്ലീഡിങ് ആയിട്ടും പെർഫറേഷൻ ആണെങ്കിലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ 6 മണിക്കൂറെങ്കിലും നില്ലോർലി ആയാലേ നമ്മൾ വലിയ സർജറി ചെയ്യാറുള്ളൂ. അതുപോലെ പണ്ട് കാലത്ത് സർജറി ചെയ്തിരുന്ന പോലെ ഒത്തിരി ഡിഫറൻസ് ഇപ്പോൾ ഉണ്ട്. പുതിയ കാലത്തെ ടെക്നോളജി എങ്ങനെയാണ് സർജറികളെ സഹായിക്കുന്നത്? 30 വർഷം മുമ്പൊക്കെ ഉണ്ടായിരുന്ന സർജറി ഒന്നുമേ അല്ല ഇപ്പോൾ ലേറ്റസ്റ്റ് ഇതായിട്ട് മിനിമലി ഇൻവേസീവ് സർജറീസ് ആണ് മൊത്തം. റോബോട്ടിക് സർജറി വരെ വന്നു കഴിഞ്ഞു നമ്മുടെ ഇവിടെയൊക്കെ തന്നെ. അപ്പോൾ ടെക്നോളജി മാറി, ടെക്നിക്സ് മാറി, പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയൽസും ഇംപ്ലാന്റ്സ് ബാക്കി എല്ലാം ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സർജറിയിലാണ് കൂടുതൽ മാറ്റങ്ങൾ വന്നത് പുതിയ ടെക്നോളജി കൊണ്ട്. നേരത്തെ ഫിസ്റ്റുലയ്ക്കൊക്കെ നമ്മൾ ഓപ്പൺ സർജറി ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിന് വരെ കീഹോൾ സർജറി ഉണ്ട്. അതുപോലെ തൈറോയ്ഡ് കീഹോൾ സർജറി വെച്ച് ചെയ്യുന്നു. ഇന്റേണൽ എല്ലാം മിക്കവാറും എല്ലാം ലാപ്രോസ്കോപ്പി സർജറിയാണ് കോമൺ. ആദ്യമേയൊക്കെ നേരത്തെ സർജൻസ് അപ്പൻഡിസൈറ്റിസിനും കോളിസിസ്റ്റൈറ്റിസ് ഗോൾ ബ്ലാഡറിലെ സ്റ്റോണിനും മാത്രമായിരുന്നു ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാത്തിനും മിക്കവാറും എല്ലാത്തിനും എല്ലാവരും വന്നേച്ച് ചോദിക്കുന്ന കീഹോൾ ഉണ്ടോ. ഹെർണിയൊക്കെ കീഹോളാണ് ഇപ്പോൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കോർഡിനേഷനെ പറ്റി ചോദിച്ചു. ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ചിലപ്പോൾ ഇൻവോൾവ് ആയിരിക്കുമല്ലോ ഒരു സർജറി ചെയ്യുന്നതിൽ. അപ്പം ഇത് എങ്ങനെയാണ് ആ കോർഡിനേഷൻ ചെയ്യുന്നത്? മറ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള കമ്മ്യൂണിക്കേഷൻ അതൊക്കെ എങ്ങനെയാണ്? ഒരു രോഗി വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് അവർക്ക് പ്രഷറുണ്ടോ, ഷുഗറുണ്ടോ, കിഡ്നി ഫെയിലിയർ, അങ്ങനെ ഏതെങ്കിലും വരുന്നതിൽ അവർ സർജറി ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ അവരോട് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആദ്യമേ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഓരോ സർജറിക്കും അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻ, ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തും അത് കഴിഞ്ഞു അനസ്തീഷ്യയുടെ കോംപ്ലിക്കേഷൻസും എല്ലാം പറഞ്ഞു കൊടുക്കും. അതിൻ്റെ കൂടെ ഈ പേഷ്യൻ്റ് ഷുഗറും പ്രഷറും ഉള്ളതാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യണം. അതിന് നമ്മൾ ഡയബറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് വിടും, അതുപോലെ ഫിസിഷ്യൻ്റെ അടുത്ത് വിടും, നെഫ്രോളജിസ്റ്റിൻ്റെ അടുത്ത് വിടും. ശ്വാസമുട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ പൾമണോളജിസ്റ്റിൻ്റെ അടുത്തും വിടും. ഹീമോഗ്ലോബിനൊക്കെ കുറവാണോ ഇല്ലയെന്ന് നോക്കിയിട്ട് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമുണ്ടെങ്കിലോ പാക്സൽ ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമുണ്ടെങ്കിലോ ഹീമോഗ്ലോബിനൊക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം അനസ്തീഷ്യ ഡോക്ടറെ ഇവരുടെ എല്ലാം ഫിറ്റ്നസ് വാങ്ങിച്ചിട്ട് അനസ്തീഷ്യ ഡോക്ടറെ കാണിച്ചിട്ട് അനസ്തീഷ്യ ഡോക്ടറും ഫിറ്റാക്കി അവരോടെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മളൊരു പേഷ്യൻറ്റിനെ സെലക്ട് ചെയ്യുള്ളൂ. ഒരു കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുക, പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതാണ്. ഡോക്ടർ, അതുപോലെ കീ ഹോൾ സർജറിയെ പറ്റി പറഞ്ഞു. എല്ലാവരും ഇത് പ്രിഫർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഹോസ്പിറ്റൽ സ്റ്റേ വളരെ കുറവ്.
പോസ്റ്റ് ഓപ്പറേറ്റീവ് റെസ്റ്റ് കുറച്ച് മതി. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ഹെർണിയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരാഴ്ചയെങ്കിലും ആശുപത്രി കിടന്ന് ചികിത്സിച്ച് പോകുമ്പോൾ ഒരാഴ്ച എന്തായാലും എടുക്കും. ഇത് വന്ന് ഇന്ന് അഡ്മിറ്റ് ചെയ്താൽ നാളെ ചെയ്തു മറ്റന്നാൾ പോകും, അങ്ങനെ. അല്ലെങ്കിൽ ഡേ കെയർ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്, ചെയ്യുന്ന അന്ന് തന്നെ വിടുന്ന ഹോസ്പിറ്റൽസും ഉണ്ട്. അതുകൊണ്ടാണ് കൂടുതലും കോംപ്ലിക്കേഷൻസ് കുറവാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഹോളിൽ കൂടെ കണ്ട് അവർ ചെയ്യുകയാണല്ലോ. അപ്പോൾ വേറെ എന്തെങ്കിലും നമ്മൾ തുറക്കുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ വേറെ അഡ്മിഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അത് വെച്ച് റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാം കൊണ്ടും സൗകര്യമായതുകൊണ്ടും പേഷ്യൻറ്റിന് കംഫർട്ടബിൾ ആയതുകൊണ്ടുമാണ് കീ ഹോൾ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ. പലപ്പോഴും സർജറിയുടെ ഇടയ്ക്ക് കോംപ്ലക്സിറ്റീസ് വരാറുണ്ട്. അപ്പോൾ ഈ കോംപ്ലക്സിറ്റികൾ എന്താണ്, ഇത്തരം ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ് സർജൻ എന്നുള്ള രീതിയിൽ ഡീൽ ചെയ്യുന്നത്? നമ്മൾ അപ്പം തന്നെ അലേർട്ടാവും. എല്ലാവരും തിയേറ്ററിൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം അലേർട്ടാവും. ബാക്കി നമ്മളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഒരു ബ്ലീഡിങ് വന്നാൽ തന്നെ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആർട്ടറി ഫോഴ്സസ് ഒക്കെ പിടിക്കുക, കെട്ടുക, അതെല്ലാം ഉണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ വേറെ കൂടെയുള്ള സർജൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടെ വിളിക്കും. നമ്മൾ അപ്പം തന്നെ അത് കോംപ്ലിക്കേഷൻസ് ഇല്ലാതാക്കാൻ നോക്കും. പിന്നെ അനസ്തീഷ്യയുടെ കോംപ്ലിക്കേഷൻസ് ആണെങ്കിൽ BP ഫോളൊക്കെ ആണെങ്കിൽ അത് അവർ മാനേജ് ചെയ്തോളും. അങ്ങനെ കോംപ്ലിക്കേഷൻസ് വരുവാണെങ്കിൽ അപ്പം തന്നെ എമർജൻസി ആയിട്ട് ഗൈനക്കുകാർ വരണമെങ്കിൽ അവരെ വിളിക്കും. ഗൈനക്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ സർജനെ വിളിക്കും. അങ്ങോട്ട് എല്ലാവരും പരസ്പരം സഹായിച്ച് തന്നെയാണ് കോംപ്ലിക്കേഷൻസ് ഡീൽ ചെയ്യുന്നത്. പേഷ്യൻറ്റിനെ രക്ഷപ്പെടുത്താൻ ഒരു രോഗിയും ഡോക്ടറുടെ അനാസ്ഥ മൂലം ഒരു കോംപ്ലിക്കേഷനിലേക്കും പോകരുതെന്നുള്ളതാണ് ഓരോ ഡോക്ടറുടെയും. അവരെക്കാളും ടെൻഷൻ, അവരുടെ ടെൻഷനേക്കാളും നമ്മുടെ പ്രാർത്ഥനയും. നമ്മൾ അവരെക്കാളും ടെൻഷനിലായിരിക്കും. ചെയ്ത് പേഷ്യൻ്റ് കംഫർട്ടബിളായിട്ട് ആശുപത്രി വിട്ട് പോകുന്നത് വരെ നമ്മളും പേഷ്യൻറ്റിൻ്റെ കൂടെ തന്നെയായിരിക്കും. നമ്മുടെ പ്രാർത്ഥനയും അവരോടൊപ്പം ഉണ്ടാവും. ഡോക്ടർ, അതുപോലെ പെയിൻ, വേദന സർജറിക്ക് മുമ്പും ചിലപ്പോൾ സർജറി കഴിഞ്ഞിട്ടുള്ള ഒരു പീരീഡിലുള്ള ഒരു പെയിൻ ഉണ്ടല്ലോ. അപ്പോൾ ആ പെയിനെ എങ്ങനെയാണ് അത് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ പെയിൻലെസ് ആയിട്ടുള്ള എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? നമ്മൾ ലോക്കൽ കേസ് ആണെങ്കിൽ, മീൻസ് ചെറിയ ചെറിയ സർജറികളാണെങ്കിൽ ആ സ്ഥലത്ത് ലോക്കൽ അനസ്തീഷ്യ ഇൻഫിൽട്രേറ്റ് ചെയ്താണ് ചെയ്യുന്നത്. കഴിവതും പേഷ്യൻ്റ് കംഫർട്ടബിളായിട്ട് നമ്മൾ അവരോട് കാര്യമൊക്കെ പറഞ്ഞ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ലോക്കൽ അനസ്തീഷ്യ കൊടുക്കുന്നത്. അല്ലാതെ NSAID വേദനയുടെ ഗുളികകൾ കൊടുക്കുന്നത് കഴിവതും ഇപ്പോൾ വലിയ പാർശ്വഫലങ്ങളില്ലാത്ത ഗുളികകൾ ഉണ്ട്. ഷുഗറുള്ള പേഷ്യൻറ്റും അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ കൊടുക്കാൻ തക്ക ഗുളികളുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെയുള്ളതേ എഴുതുള്ളൂ. അതുപോലെ ഡയബറ്റിക് പേഷ്യൻ്റ് എല്ലാ അനാൽജസിക്കും എഴുതൂല. അങ്ങനെ റീനൽ പ്രൊട്ടക്റ്റീവായിട്ടുള്ളതൊക്കെ എഴുതുള്ളൂ. അത് ഓപ്പറേഷൻ്റെ സമയത്ത് ലോക്കൽ കൊടുത്ത് ചെയ്തതല്ലാതെ ജനറൽ അനസ്തീഷ്യ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചില സർജറിക്ക് നീണ്ടു പോകുന്ന സർജറിക്കാണ് എപ്പിഡ്യൂറൽ അനസ്തീഷ്യ അങ്ങനെയൊക്കെ പറഞ്ഞുള്ള അനസ്തീഷ്യ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അത് കൂടുതൽ നേരം നീണ്ടു നിൽക്കും. അപ്പോൾ നമുക്ക് എത്ര നേരം വരെ നമുക്ക് ആ പേഷ്യൻ്റ് കംഫർട്ടബിളായിട്ട് കിടക്കണോ അതനുസരിച്ചുള്ള മരുന്ന് അവർ അതിൽ കൂടെ കൊടുക്കും, ചെറിയ വയർ ഇട്ടിട്ട്. ഒരു കോൾ ഉണ്ട്. ഹലോ. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. അത് അർണീൻ്റെ ഓപ്പറേഷനാണ് കഴിഞ്ഞ 1.5 കൊല്ലം കാര്യമായിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അയാൾ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇപ്പോഴത്തെ ഭാഗത്ത് ചെയ്യാൻ 5-6 മാസം കഴിഞ്ഞ് വരണമെന്നാണ് പറഞ്ഞു. അല്ലോ രാവിലെ പോയി ചെയ്യുന്നില്ല, അത് ഇങ്ങനെ വന്നോണ്ടായിരുന്നില്ല. മറ്റേ വേദന പോയി ചെയ്യാം. ഹെർണിയ ഉണ്ടോ ഓപ്പോസിറ്റ് സൈഡിൽ? ഇപ്പോഴത്തെ ചെറിയൊരു കുറവുണ്ട്. അത് പോയി ചെയ്യാത്തത് എന്താണ്? ഭയങ്കര വേദന. വലിയ പ്രശ്നങ്ങളില്ലെങ്കിൽ ഉടനെ ചെയ്യണം എന്നില്ല. പക്ഷേ ഹെർണിയ അവിടുത്തെ ബലക്കുറവ് കൊണ്ട് വരുന്നതാണ്. കുടലിൻ്റെ ആ ഭാഗത്ത് തള്ളി വരുന്നതാണ്. അപ്പോൾ വലുതായിട്ടില്ല എന്നുണ്ടെങ്കിൽ അധികം വെയിറ്റ് എടുക്കാതെയും നമുക്ക് ചുമയും മലപിടുത്തമൊന്നും വരാതെയൊക്കെ നോക്കിയാൽ കുറച്ച് കൺട്രോൾ ചെയ്ത് പോകും. പക്ഷെ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകാതെ ഏർലി സ്റ്റേജിലങ്ങ് ചെയ്താൽ കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷനിലേക്ക് പോകാതെ നേരത്തെ കാലത്തെ ചെയ്യാൻ നോക്കുക. ശരി, വിളിച്ചതിന് നന്ദി. ഡോക്ടർ ഇപ്പോൾ സംസാരിച്ച ആൾപോലെ വേദന വന്നപ്പോഴാണ് ഓടിപ്പോയിട്ട് ചെയ്തത്, പിന്നെ പറഞ്ഞിട്ട് പോയൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്? അപ്പൊ ആ ഒരു പേടിയുടെ പുറത്ത് ചെയ്തു, പിന്നെ ഇതിപ്പം ശരിയായി കഴിഞ്ഞിട്ട് ഇനി പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ആ 2 വശത്തും വരുമ്പം ചിലപ്പോൾ ഒരു വശത്ത് മാത്രമായിരിക്കും ബുദ്ധിമുട്ട് പേഷ്യൻ്റ്. ആ ബുദ്ധിമുട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ വലുതായിരിക്കും. അതിൻ്റെ പ്രഷർ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് പുള്ളിക്ക് ഉണ്ടായിരുന്നിരിക്കും. ആ വശത്തേത് ഡോക്ടർ നോക്കിയപ്പോഴും ആ വശത്തേത് വലുതാണ്. അപ്പോഴത്തേക്കും അത് ചെയ്തു. മറ്റേ വശത്ത് ചിലപ്പം അത്ര ചെറുതായിരിക്കും. അത് ചെയ്യാനും തക്കോണം ഒരു ചെറിയൊരു ബൾജ് വന്ന് അത് ചുമയ്ക്കുമ്പോൾ കഫ് ഇമ്പൾസ് വെച്ചിട്ടാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പം ചെറുതായിട്ട് വന്നങ്ങ് പോകുന്നത്. അപ്പം ഇത് ചെയ്തിട്ട് 6 മാസം കഴിഞ്ഞ് ചെയ്താൽ മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞു വിട്ടതായിരിക്കും. പക്ഷേ പേഷ്യൻറ്റിന് അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ബുദ്ധിമുട്ട് മാറിയതുകൊണ്ട് മാത്രമാണ് പിന്നെ പോകാത്തത്. ഡോക്ടർ ഒരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. ഞാൻ ലത്തീഫാണ്, കാസർഗോഡ് ജില്ലയിൽ. ലത്തീഫ് ഡോക്ടറോട് സംസാരിച്ചോളൂ. എൻ്റെ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് എൻ്റെ കാലിന് സർജറി കഴിഞ്ഞാൽ വീട്ടിൽ കിടപ്പിലാണ്. അപ്പൊ കാലിന്റെ മുട്ടിന്റെ താഴ്ഭാഗത്താണ് എല്ല് കട്ടായത്, കയറ് കയറിയതായിരുന്നു. ഇപ്പൊ അതിൽ മെറ്റലിട്ടിട്ടുണ്ട് കാലിന്.
മെറ്റൽ ഇട്ടിട്ടുണ്ട്, ഫിക്സ് ചെയ്തിട്ടുണ്ടല്ലേ? ആ അതെ അതെ. അപ്പൊ ഡോക്ടർ പറഞ്ഞത് ഈ മെറ്റലിനി റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഉണ്ട്. അല്ല, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതാണ് ഇപ്പോഴത്തെ ടെക്നിക്കിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ എടുക്കേണ്ടാത്തതുണ്ട്. ഇനി അത് ഓപ്പൺ ചെയ്ത് എടുക്കണമെങ്കിൽ നമ്മൾ ഈ ബോൺ തല്ലിപ്പൊളിച്ചെടുക്കണ്ടേ? മറ്റേത് അതിലിരുന്നങ്ങ് യുണൈറ്റ് ചെയ്തിരിക്കുമായിരിക്കും. അപ്പം ശരീരത്തിന് ദോഷമില്ലാത്ത തരത്തിലുള്ള മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയ ഉപകരണമായിരിക്കും ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഓർത്തോ ഡോക്ടറെ കണ്ട് ചോദിക്കാം. നിങ്ങൾക്ക് ഈ ചെയ്ത ഡോക്ടറോട് തന്നെ ഇത് ചോദിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ജനറൽ സർജനാണ്. അപ്പോൾ ഓർത്തോ കേസ് അവർ ചെയ്ത ഡോക്ടറോട് തന്നെ ചോദിച്ചാൽ അവർ ആ സംശയം അങ്ങ് തീർത്തു തരും. എനിക്കറിയാവുന്നതാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഇവിടുത്തെ ഡോക്ടർക്ക് അറിയാൻ പറ്റും. ഓക്കെ, വിളിച്ചതിന് നന്ദി ഡോക്ടർ. അതുപോലെ ചിലർക്ക് പേടിയുണ്ടാവും വേറെ ഡോക്ടറെ കാണാൻ, അല്ലെങ്കിൽ ഇത് മരുന്ന് കഴിച്ച് മാറ്റിയേ മതി, സർജറിക്ക് ഇനി പോകേണ്ട ആവശ്യമില്ല. സർജറിക്ക് വേണ്ടി സർജറി കൊണ്ട് മാത്രമേ മാറുള്ളൂ എന്ന് വിശ്വസിക്കുന്ന രോഗികളുണ്ട് ഏതെങ്കിലും അസുഖത്തിന്. ചിലർ ആക്ച്വലി സർജറി ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെ അത് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കും. അല്ലാതെ അവർ പറയുന്നതനുസരിച്ച് നമ്മളൊരു സർജറി ചെയ്യൂല. നമുക്ക് ഒരു മാറിലൊരു മുഴയുണ്ടെന്ന് പറഞ്ഞ് ചില പേഷ്യൻ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പാൽപ്പേറ്റ് ചെയ്താൽ കിട്ടുന്ന മുഴയൊന്നും കാണൂല. തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ. അൾട്രാസൗണ്ടിലും ഒരു ഡെഫിനറ്റ് ലംബൊന്നും കാണില്ല. പക്ഷെ അവർക്ക് അത് അവിടെ മുഴയുണ്ട്, അല്ലെങ്കിൽ സ്കാനിൽ ചിലപ്പോൾ ഒരു സ്മോൾ സിസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫൈബ്രോഡിനോസിസ് എന്നൊക്കെ പറയുന്ന ചേഞ്ചസ് കാണും. അവർക്ക് അത് മാത്രമേ അവരുടെ മനസ്സിൽ കാണുള്ളൂ. അവർക്ക് അതെടുത്ത് മാറ്റണം എന്ന് പറഞ്ഞ് തന്നെ വരും. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഇത് ഒരു സർജറി, ഒരു മുഴയെടുക്കാൻ ഒരു വലിയ സർജറിയുടെ ആവശ്യമില്ലാതെ വെറുതെ ഞാൻ ചെയ്യൂല. അല്ലേ, നമ്മൾ അത് പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ ആവശ്യമില്ലാതെ ചെയ്യണ്ട, ആവശ്യമുള്ളത് മാത്രം ചെയ്താൽ മതി എന്ന് അതിൻ്റെ കോംപ്ലിക്കേഷൻസും ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ കൺവിൻസ് ചെയ്യുന്നത് വരെ അത് പറഞ്ഞ് മനസ്സിലാക്കി, അത് കുറച്ച് സമയമെടുക്കും. അങ്ങനെയുള്ളവരെ മനസ്സിലാക്കിച്ച് വരാൻ കുറച്ച് സമയമെടുക്കും. അങ്ങനെ പറഞ്ഞ് മാറ്റിയെടുക്കാറുണ്ട്. അതുപോലെ ഡോക്ടർ, ഒരു പേഷ്യൻറ്റിനെ ഫസ്റ്റ് ടൈം ഡയഗ്നോസ് ചെയ്യുമ്പോഴേക്കും ഇതിന് കുറച്ച് കോംപ്ലെക്സിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ ഇപ്പോൾ പറയുന്ന രോഗത്തിനോ അല്ലെങ്കിൽ രോഗാവസ്ഥയ്ക്കും അപ്പോൾ എങ്ങനെയാണ് അവരെ സർജറിക്ക് വേണ്ടി മെൻ്റലി പ്രിപ്പയർ ചെയ്യുന്നത്? കോംപ്ലിക്കേഷൻ ഉള്ളവരെയും നമ്മൾ ഇതുപോലെ തന്നെ അവരോട് ആ കോംപ്ലിക്കേഷൻ ഒരു വലിയ പ്രശ്നം, കോംപ്ലിക്കേഷൻ വരും എന്നല്ല, വരാം എന്നേ പറയുള്ളൂ. എല്ലാത്തിനും ചിലപ്പോൾ കോംപ്ലിക്കേഷൻ വേണം എന്നില്ലല്ലോ. എല്ലാ കാര്യങ്ങളും ഒരു തൈറോയിഡ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ശബ്ദം പോകും എന്നുള്ള കാര്യം നേരത്തെ ഡോക്ടർ അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടല്ലേ തൈറോയിഡിൻ്റെ സർജറി കൊണ്ടുപോകും. ചിലർക്ക് അപ്പോഴത്തേക്ക് ടെൻഷൻ കൂടിയിട്ട് നെഞ്ചിടിപ്പ് കൂടും, അകത്ത് വരെ കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ അവരെ 2-3 തവണ അകത്ത് കൊണ്ടുപോവുകയും പുറത്ത് കൊണ്ടുപോയി ഒരു തിയേറ്ററുമായിട്ടൊന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷം മാത്രമേ അവർക്ക് സർജറി ചെയ്യാറുള്ളൂ. ചില പേഷ്യൻ്റ് അങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. അതുപോലെ ഈ കോംപ്ലിക്കേഷൻസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എല്ലാവർക്കും വരും എന്നല്ല, ആർക്ക് വേണേ ഈ കോംപ്ലിക്കേഷൻസ് വരാം ഈ സർജറി ചെയ്യുമ്പം. അത് നമുക്ക് ആയിക്കൂടായികയില്ല. 1000-ൽ ഒരാൾക്ക് വരുന്നത് നമുക്ക് ആയിക്കൂടായികയില്ല. പക്ഷെ അത് പറഞ്ഞു തരാതെ നമ്മളിത് ചെയ്യൂല. നിങ്ങൾ ഒപ്പിട്ട് തരുവാണെങ്കിൽ നമ്മൾ ചെയ്യും. ഇത് മനസ്സിലാക്കിയിരിക്കണം എന്ന് പറഞ്ഞാൽ ആർക്ക് നമ്മൾ ഒരിക്കലും നിങ്ങൾക്ക് ഒരു കോംപ്ലിക്കേഷൻ വരുമെന്ന് പറഞ്ഞാൽ ആയിരിക്കില്ല സർജറി ചെയ്യുമ്പോൾ നമ്മൾ വളരെ നീറ്റായിട്ടായിരിക്കും ചെയ്യുന്നത്. അത് ഈ കോംപ്ലിക്കേഷൻ വരാതിരിക്കാൻ നോക്കും. പക്ഷേ ആർക്ക് വേണേലും വരാം. അത് നമുക്ക് ആയിക്കൂടായികയില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതിന് വില്ലിങ് ആണെങ്കിൽ മാത്രം നമ്മൾ ചെയ്യും. അതുപോലെ ഒരു സർജറിക്ക് യൂഷ്വലി എടുക്കുന്ന ടൈം എത്രയാണ്? അതുപോലെ ഈ റിക്കവറി പീരീഡും കൂടെ ഉണ്ടല്ലോ, അതും എങ്ങനെയാണ്? എടുക്കുന്ന സമയം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പേഷ്യൻറ്റിനെ തിയേറ്ററിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ടേബിൾ സെറ്റാക്കിയതിന് ശേഷം പേഷ്യൻറ്റിനെ അങ്ങോട്ട് എടുക്കുന്നു. അത് കഴിഞ്ഞ് സർജറിയുടെ പലതും പല സമയത്താണ് എടുക്കുന്നത്. സർജറി ഓരോന്നിനും ഓരോ സമയമായിരിക്കും എടുക്കുന്നത്. ചിലപ്പോൾ കുറച്ച് നീണ്ടു പോകുന്നതായിരിക്കും, ചിലപ്പോൾ വലിയ സർജറി, ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ നീണ്ടുപോകും. വല്ല ബ്ലീഡിങ്ങോ വല്ലോ വന്നാൽ അതെല്ലാം കഴിഞ്ഞേച്ച് നമ്മൾ തിയേറ്ററിൽ നിന്ന് പേഷ്യൻറ്റിനെ ICU തന്നെ മാനേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വലിയ സർജറി കഴിഞ്ഞാൽ. ചെറിയ സർജറിയാണ് ചെയ്യുന്നതെങ്കിൽ അപ്പം തന്നെ ഒരു മണിക്കൂറോ മറ്റോ കഴിഞ്ഞിട്ട് അവർ വന്നിടത്തേക്ക് OP-യിലേക്കോ അല്ലെങ്കിൽ റൂമിലേക്കോ മാറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റ് സർജറികളാണെങ്കിൽ, വലിയ സർജറി ആണെങ്കിൽ ഒരു ദിവസം ICU-ൽ കിടത്തിയിട്ട് പിറ്റേന്ന് രാവിലെ റൗണ്ട്സ് എടുത്തതിന് ശേഷം മാത്രമേ റൂമിലേക്ക് മാറ്റുള്ളൂ. അതും നോക്കിയിട്ട് ഒരു ദിവസം എന്നില്ല, ഓരോ സർജറിയുടെയും അതിൻ്റെ കോംപ്ലിക്കേഷൻസും ഒക്കെ അനുസരിച്ചേ മാറ്റുള്ളൂ. ഓക്കെ ഡോക്ടർ, നമ്മുടെ പരിപാടിയുടെ സമയം ഏകദേശം തീർന്നിരിക്കുകയാണ്. ഇന്ന് ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിൽ നമ്മൾ സംസാരിച്ച വിഷയം ശസ്ത്രക്രിയയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിരുന്നു. സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പം അതിഥിയായി പങ്കെടുത്തത് റിട്ടയർഡ് ജനറൽ സർജൻ ഡോക്ടർ J. ഇന്ദിരാമ്മ. ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് റിട്ടയർഡ് ജനറൽ സർജൻ ഡോക്ടർ J. ഇന്ദിരാമ്മ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് നിങ്ങൾ കേട്ടത്. കേട്ടല്ലോ. അപ്പോൾ ഡോക്ടർ കാണുമ്പോൾ എന്തുണ്ട്, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പം
നമ്മൾ ചെയ്യേണ്ട എന്താണ്, അതായത് പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒന്ന്, ആദാം പാപം ചെയ്ത മുഖാന്തരമാണ് ഈ ലോകം, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഈ ഭൂമി പാപത്തിൻ്റെ എന്താണ് മരണത്തിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ജരാതര രോഗം ഇതിൻ്റെയൊക്കെ എന്താണ് അധീനത്തിലായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെന്താണ്, അതായത് സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി വിത്ത് ക്രൈസിസ് മേഡ് us free and be not entangled again the yoke of bondage. Believe on our own Lord Jesus Christ, then you shall be saved. അതായത് believe on Lord Jesus Christ, then you shall be saved. മറ്റൊരുത്തന്നെ രക്ഷയില്ല. നാം രക്ഷപ്പെടാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട പുള്ളിംഗ് ഡൗൺ സ്ട്രോങ് ഹോൾഡ്സ്. നാം രക്ഷപ്രാപ്പാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട മറ്റൊരു നാമല്ല ഞാൻ ദൈവം കൺഫ്യൂഷൻ്റെ ദൈവമല്ല പീസ്. മറ്റൊരുത്തന്നെ രക്ഷയില്ല. നാം രക്ഷപ്രാപ്പാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട മറ്റൊരു നാമല്ല ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. Exceeding joy, great Lord of peace. There is salvation in none. There is no name given under heaven among men whereby we must be saved. Pulling down strongholds. There is no name. There is salvation in none. God is not the other confusion but of peace. As free peace you. There is salvation in none. There is no name given under heaven. There is no name under heaven given as free peace given among men. Stand fast in liberty of the Christ ministry and be not entangled again with the yoke of bondage. നാം ഇനി അടിമത്തിൽ കൂടി പോരുത്. There is no name, there is salvation in none, there is no name under heaven given among men whereby we must be saved. അപ്പോൾ രക്ഷ പ്രാപിച്ച് ക്രൈസ്റ്റീസിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഇങ്ങനെയുള്ള സ്റ്റാൻഡ് ഫാസ്റ്റ് ലിബർട്ടി ഓഫ് ദി ക്രൈസ്റ്റ് മിനിസ്ട്രി നാമിനെ ആശ്രയിപ്പിച്ചു. നാമിനെ അടിമത്തിൽ കൂടി പോരുത്. നാം ഇങ്ങനെയുള്ള ലിമിറ്റേഷൻസിലും അകപ്പെട്ടു പോകാതെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രോഗത്തിലും കാരണത്തിലൊന്നും അകപ്പെട്ടു പോകാതെ ക്രൈസ്റ്റീസിൻ്റെ കൃപയാൽ നമ്മൾ എന്താണ് പുള്ളിംഗ് ഡൗൺ സ്റ്റോൺസ് ഫ്രീ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുക. കാരണം എവരി ഗുഡ് ഗിഫ്റ്റ് ആൻഡ് ഒരു പെർഫെക്റ്റ് വിറ്റീസ് ശേഷം സത്യം ചെയ്യരുത്. സ്വർഗത്തെ കൊണ്ടരുത് ദൈവത്തിൻ്റെ സിംഹാസനം, ഭൂമി കൊണ്ടരുത് ദൈവത്തിൻ്റെ പാദങ്ങളും, ജെറുസലേമിനെ കൊണ്ടരുത് അത് മഹാരാജാവിൻ്റെ നഗരം. നിൻ്റെ തലയെ കൊണ്ടും സത്യം ചെയ്യരുത്. ഒരു രോഗം വെളുപ്പിപ്പാനും കറിപ്പിപ്പാനും നിന്നെ കഴിയുകയില്ല. സ്വാതന്ത്ര്യത്തിനെ ക്രിസ്തുമേ സ്വാതന്ത്ര്യമാക്കി അകലിൽ ഉറച്ചിപ്പിൻ നാമിനെ അടിമത്തിൽ കൂടി പോരുത്. അതായത് സാൻ ഫാസ്റ്റ് ലിബർട്ടി വർത്ത് ക്രൈസ്റ്റസ് മേഡ് us free and be not entangled again the yoke of bondage. God is not the other confusion but a peace. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എവരി ഗുഡ് ഗിഫ്റ്റ് ആൻഡ് ഒരു പെർഫെക്റ്റ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദ ഫാദർ ഓഫ് ലൈറ്റ്സ്. എല്ലാം നല്ലതാണ്, തികഞ്ഞവരൊക്കെ ഉയരത്തിൽ വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. ലീൻ ഗോഡ് ഹൂ ഗീസ് റിച്ച്ലി ആൾ തിങ്സ് ടു. അപ്പം ക്രൈസ്റ്റ് ജീസസിൽ നമുക്ക് ഫ്രീ ആയിട്ട് ജീവിക്കാൻ കഴിയും. നാം ഇനി അടിമത്തിൽ കൂടി പറയുന്നത് ലീൻ ഗോഡ് ഹൂ ഗീസ് റിച്ച്ലി ആൾ തിങ്സ് എൻജോയ് എക്സീഡിംഗ് ജോയ്. പുള്ളിംഗ് ടോൺ പുള്ളിംഗ് ടോൺ സ്ട്രോങ് ഹോൾഡ്സ്. ക്രിസ്തേശു നമുക്ക് ധാരാളമായിട്ട് ഫ്രീ ഗിഫ്റ്റ് സൗജന്യമായിട്ട് നൽകാറുണ്ട്. അതായത് നമുക്ക് ധാരാളമായി എല്ലാ കാര്യങ്ങളും, അതായത് Living God who gives richly all things enjoy, exceeding joy, great joy. Now may the Lord of peace himself give peace always in everywhere. The Lord be God is not the other confusion but of peace. The Lord be with you all. Now may the Lord of peace himself give peace always in every way. The Lord be with you all. ശ്വാസം ഉൾപ്പെടെയുള്ള എല്ലാ രോഗങ്ങൾക്കും ക്രിസ്തേശു കാൽവറി ക്രൂശിൽ ദൈവം മരിച്ചിട്ടുണ്ട്. അദ്ദേഹം മാത്രം മരണത്തെ ജയിച്ച് മൂന്നാം ദിനം ഫ്രീ ആയിട്ട്, അതായത് നമുക്ക് വേണ്ടി നാമിനെ അടിമത്തിൽ കൂടി വരുന്നത് അദ്ദേഹം മരണത്തെ ജയിച്ച് റെസറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഹീ ഈസ് റൈസൺ ഫ്രം ദ ഡെഡ്. അദ്ദേഹം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നിട്ടുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഗോഡ് ഈസ് നോട്ട് ദി കൺഫ്യൂഷൻ ബട്ട് പീസ്. നമുക്കുള്ള മഹാവൃതം നമ്മുടെ ബലഹീനതകൾ സാധാരണ കാണിപ്പാൻ കഴിയാത്തവനല്ല, മനസ്സിലായില്ലേ? സിമ്പതൈസ് ചെയ്യാൻ കഴിയാത്തവനല്ല, സാധാരണ കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപൊഴികെ സകലത്തിന് നമുക്ക് തുല്യനെ പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പിന്നെ ക്രൈസ്റ്റ് ജീസസ് മൂന്നാം നാൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റൊന്നും കൂടെ നമ്മളെന്ത് ചെയ്യുക, വിശ്വസിച്ചുകൊണ്ട് വിശ്വസിക്കുകയും സ്നാനം വഹിക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാപ്പെടും. ഇഫ് എ പേഴ്സൺ ബിലീവത്ത് ആൻഡ് ഈസ് ബാപ്റ്റൈസ്ഡ് പുള്ളിംഗ് ഡൗൺ സ്ട്രോങ് ഹോൾഡ്സ്. നമ്മൾ ഭയമില്ലാതെ ജീവിക്കുക, മനസ്സിലാകുന്നുണ്ടോ? തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഇഫ് എ പേഴ്സൺ ബിലീവത്ത് ഹി ഓർ ഷീ, അല്ലെങ്കിൽ ഹി ആൻഡ് ഷീ
That means if a person believeth and is baptized shall be saved. If a person believeth not, then he and she or he or she shall be condemned. അതായത് now there is no more condemnation those who are in Christ Jesus. The love of the spirit of life in Christ Jesus has set me free from the നാം അടിമത്തിൽ കൂടി വരുത് നാം ഫോർബദൻ ഇഹൻ കാൾബട്ടി അസ്രിബീസ്യു സെറ്റ് മീ ഫ്രീ ഫ്രം ദി ലവ് സിന്നേണ്ടത്ത്. അതായത് now there is no more condemnation those who are in Christ Jesus. The love of the spirit of life in Christ Jesus has set me free from the love സിന്നേണ്ടത്ത്. or wretched who shall deliver me അതായത് ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആർ ഉപയോഗിക്കും. ഓർ എച്ചഡമൻ ഡാറ്റ ഹു ഷാൾ ഡെലിവർ മീ ഫ്രം ദ ബോഡി ദിസ് ഡെത്ത് എക്സീഡിംഗ് ചോദിക്കുന്ന ലോഡ് പീസ്. മുസ്ലിങ്ങളുടെയും അതുപോലെ തന്നെ സംഘപരിവാറിൻ്റെയൊക്കെ ഉടായ്പകൾ മനസ്സിലാക്കി അതിൽ നിന്നൊക്കെ അതിനോടൊക്കെ റെസിസ്റ്റ് ചെയ്ത് നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, ക്രൈസ്റ്റ് ജീസസിൻ്റെ കൃപയിൽ വളർന്നു വരിക. ലിവിങ് ഗോഡ് ഹു ഗീവ്സ് റിച്ച്ലി ആൾ തിങ്സ് എൻജോയ്. വ്യാജ മതങ്ങളെ, അതായത് ഇസ്ലാം മതത്തെയും അതുപോലെ തന്നെ സംഘപരിവാർ മതത്തെയും ബജ്രംഗ തള്ളിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം റെസിസ്റ്റ് ചെയ്ത് നിൽക്കുക. പുള്ളിംഗ്ടൺ സ്റ്റോൺ ഹൗസ് ഇന്ത്യയെ സേവ് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഫോർ ബുദ്ധൻ യുഹൻ കാർഡർ ലിബർട്ടി. പുള്ളിംഗ്ടൺ സ്റ്റോൺ ഹൗസ്. വേജസ് ഓഫ് സിൻ ഈസ് ഡെത്ത്. ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഈസ് എറ്റേണൽ ലൈഫ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് അവർ ലോർഡ് എക്സീഡിംഗ് ജോയ്. എന്താണ് പാപത്തിൻ്റെ ശമ്പളം മരണം, ദൈവത്തിൻ്റെ കൃപാകരമായ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പുള്ളിംഗ്ടൺ ഓഫ് അസ്രിപ്പീസ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സമാധാനത്തോടെ ആരോഗ്യകരമായിട്ട് ജീവിക്കാൻ മാക്സിമം ശ്രമിക്കുക. നാം ഇനി അടിമത്തിൽ കൂടി പോരുത്. അതായത് ഒരു അടിമ നിൽക്കുമ്പോൾ ഒരു സ്ട്രോങ് ഹോൾസ് ഒന്നും വരാതെ അതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുക, ക്യാൻസൽ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എന്താണ് രാത്രി ശുഭനിദ്ര ഉണ്ടാകട്ടെ. സുരേഷ് വിവരമില്ല എന്താണ് ഇപ്പം സ്റ്റാൻഡ് ഫാസ്റ്റ് ലിബർട്ടി വേറത്തെ ക്രൈസിസ് മിനിസ്റ്ററി നാമിനെ അടിമത്തിൽ കൂടി വരുത്. സുരേഷ് കവി പറയുന്ന പോലെ എല്ലാവർക്കും ശുഭനിദ്ര രാത്രിയിൽ ഉണ്ടാകട്ടെ. രാത്രിയിൽ എല്ലാവർക്കും ശുഭനിദ്ര ഉണ്ടാകട്ടെ. ദേ പോയി താ വന്നു എന്ന് നമുക്ക് പിന്നെയും പറയാൻ പറ്റട്ടെ. ആശ്രയിപ്പിച്ചു ദേ പോയി ഇതാ വന്നു. നമുക്കെല്ലാവർക്കും ശുഭനിദ്ര ഉണ്ടാവട്ടെ ഞാൻ തൽക്കാലം ആശംസിക്കുന്നു. രാവിലെയുള്ള സമയമാണെങ്കിൽ നന്നായിട്ട് എനർജിയോടുകൂടി എഴുന്നേക്കാൻ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുമെന്ന് ആശ്ചര്യത്തോടെ അത്ഭുതത്തോടെ പറയാൻ കഴിയുമെന്ന് വിശ്വസിക്കുക. എന്തുണ്ട് വിശേഷങ്ങൾ? വിശ്വാസത്തോടുകൂടി നമ്മൾ സ്ട്രോങ് ഹോൾസിനെ ഇടിച്ച് കളഞ്ഞുകൊണ്ട് ജീവിക്കുക. റേഡിയോക്കാണെങ്കിലും അതുപോലെ ഡോക്ടർമാർക്കാണെങ്കിലും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. എന്തുണ്ട് വിശേഷം? ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മയുണ്ടോ ഈ മുഖം? ലാലോലിസിൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് പറയുക, ഓർമ്മയുണ്ടോ ഈ മുഖം? ഇവിടെ ഡോക്ടർമാർക്കും അതുപോലെ തന്നെ റേഡിയോക്കും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അവർക്ക് പല സേവനങ്ങളും ചെയ്യാൻ കഴിയും. അപ്പോൾ പൂർണ്ണമായിട്ട് നിങ്ങളെ സഹായിക്കാൻ കഴിയണമെങ്കിൽ അവർ ഹെവൻലി ഫാദർ ആയിരിക്കുന്ന കർത്താവും രക്ഷിതാവും ജീസസ് ക്രൈസ്റ്റിന് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യാൻ കഴിയും. ഹീലിംഗും നമുക്ക് ലഭിക്കാനിടയായി തീരും. അതുപോലെ തന്നെ നമുക്ക് എറ്റേണൽ ലൈഫ് എന്ന് പറഞ്ഞിരിക്കുന്ന ഗിഫ്റ്റും എൻജോയ് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ അവിശ്വസിക്കാൻ ജീവിക്കുക. നിത്യമരണത്തിൽ നിന്നൊരു മോചനം കിട്ടുന്നത് നല്ലതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് സ്ട്രോങ് ഹോൾസിനെ എതിർത്തുകൊണ്ട് മാക്സിമം ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും എന്താണ് നല്ല ദിവസം വിഷ് ചെയ്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്രി പുള്ളിംഗ്ടൺ ഓഫ് ഡു നോട്ട് സിയട്ടാൽ പുള്ളിംഗ്ടൺ സ്റ്റോൺ ഹോൾസ്.